മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 37:7, the book of Psalms chapter 37 verse 7, കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക, ദുഷ്ടമാർഗം അവലംബിച്ച് അപൂർത്തിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. സ്വന്തം കാര്യത്തിന് ജീവിതഗതി അനുസരിച്ച് മനുഷ്യരെ രണ്ടായി തിരിക്കുക. ചതിവ് ചെയ്യുകയും കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുന്നു. ദൈവം സകലവും നേർപാതയിൽ വരുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ മുഖം നോക്കാതെ സത്യം തുറന്നു പറയും. ഈ ഇരുവിഭാഗക്കാരെയും പറ്റി ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദുരുപായം പ്രയോഗിക്കുന്നവർക്ക് തൽക്കാല വിജയം ലഭിക്കും, എന്നാൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കുകയില്ല. അവരുടെ അന്ത്യം അന്ധകാരപൂർണമായിരിക്കും. അബദ്ധസഞ്ചാരം ചെയ്യുന്നവർക്ക് തൽക്കാല വിജയം ലഭിക്കുന്നത് കാണുമ്പോൾ നാം അസ്വസ്ഥപ്പെടരുത്. നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അബ്സലോം രാജകുമാരൻ ദുരുപായം പ്രയോഗിച്ച് ദാവീദിനെ സ്ഥാനഭ്രഷ്ടനാക്കി. എങ്കിലും ഒടുവിൽ അബ്സലോം നശിച്ചു. ദാവീദ് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. നാം ഈ ആദർശത്തെ ബഹുമാന്യമെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ അതിനായി ജീവിക്കണം. കാര്യസാധ്യം പ്രാപിക്കുവാൻ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ബാസ്കറ്റ്ബോൾ കളിക്കും പോയ സംഘത്തിന് നേതാവ് കൊടുത്ത ഉപദേശം ഇതായിരുന്നു: കളി നടക്കുമ്പോൾ എതിരാളികൾ മുന്നേറിയാൽ പോലും നാം ആസൂത്രണം ചെയ്ത രീതി ഉപേക്ഷിച്ച് എതിർകക്ഷിയുടെ സൂത്രങ്ങൾ പകർത്തുവാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ ഒരു കളിയിൽ നാം തോറ്റുപോയേക്കാം, ഭാവിയിൽ നിശ്ചയമായും നാം ജയിക്കും. ദുരുപായം ഉപയോഗിച്ച് കാര്യം സാധിക്കുന്നതിനേക്കാൾ നല്ലത് നേർപാതയിൽ ജീവിച്ച് തകരുന്നതാണ്. ദുരുപായം പിശാചിന്റെ ബുദ്ധിയാണ്. അത് അവസാനം നമ്മെ നശിപ്പിക്കും. ഒരു കാരണവശാലും അങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സ്വീകരിക്കുകയോ അങ്ങനെയുള്ള ഉപായങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്യാതെ കർത്താവിന്റെ വഴിയിലൂടെ മുൻപോട്ട് ധൈര്യമായി നീങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.